ഏത് എ ആണ് ഏറ്റവും ബെസ്റ്റ്? ChatGPT ആണോ, ജെമിനി ആണോ, അതോ ക്ലൗഡ് ആണോ? നിങ്ങൾ പറയുന്ന ഉത്തരം ഒരു പക്ഷേ തെറ്റായിരിക്കാം. കാരണം യഥാർത്ഥ വിജയി എന്ന് തീരുമാനിക്കുന്നത് ഒരു വെബ്സൈറ്റാണ്. അതിൻ്റെ പേരാണ് LMArena. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LMArena എന്താണ്, അതെങ്ങനെ AI ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ലോകത്തിലെ വലിയ AI കമ്പനികൾ പോലും ഇതിനെ സീരിയസ് ആയി കാണുന്നത് എന്നൊക്കെയാണ്. ഇതിൽ ഈ ബാറ്റിൽ മോഡിലാണ് ആക്ച്വലി ഈ ഒരു റാങ്കിങ് നടക്കുന്നത്. ആക്ച്വലി ഈ ബാറ്റിൽ മോഡിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെസ്സിലെ ELO റേറ്റിംഗ് പോലെയാണ്. അതായത് ഇതിൽ ടോപ്പ് ലീഡർ ബോർഡിൽ നിൽക്കുന്ന AI ഒരു ന്യൂ മോഡൽ വന്നിട്ട് അതിനെ ഡിഫീറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനേക്കാൾ ഔട്ട് പെർഫോം ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ മോഡലിന് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെ ഓരോ മോഡൽസും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഏറ്റവും അധികം പോയിൻറ്റ്സ് കിട്ടിയിട്ടുള്ളതായിരിക്കും ലീഡർ ബോർഡിൽ മുകളിലോട്ട് പോകുന്നത്. ആ AI മോഡൽസാണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും ബെറ്റർ ആൻസേഴ്സ് തരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ AI ബെഞ്ച് മാർക്സിൽ AI പരീക്ഷ എഴുതുന്ന പോലെയാണ്. മാത്സ്, കോഡിങ് എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസാണ്. സോ AIക്കറിയാം വാട്ട് ടു ആൻസർ എന്ന്. പക്ഷെ അതിലൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ AIക്ക് ഓൾറെഡി അതിൻ്റെ ആൻസേഴ്സ് അറിയുന്നതുകൊണ്ട് ആ AIയുടെ റിയൽ പൊട്ടൻഷ്യൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാണ്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാണ്ടാവും. സോ അവിടെയാണ് LMArena ഡിഫറെൻ്റ് ആവുന്നത്. ഇവിടെ LMArenaയിൽ എന്താ ഹാപ്പൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ ഹ്യൂമൻസിനും ഡിഫറെൻ്റ് AI മോഡൽസിനോട് ഒരേ സമയം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഏതാണ് ബെറ്റർ, ഒരു ക്വസ്റ്റ്യന് ഏത് AI ആണ് ബെറ്ററായിട്ട് റിസൾട്ട് തരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് 4 മോഡ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, OpenAI ആയാലും ഗൂഗിൾ ആയാലും ആന്ത്രോപിക് ആയാലും XAI ആയാലും എല്ലാവരും അവരുടെ മോഡൽസിൻ്റെ LMArenaയിലെ റാങ്കിങ് കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, LMArenaയുടെ റാങ്കിങ് റിയൽ ഹ്യൂമൻസിൻ്റെ റിയൽ പ്രിഫറൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ബെഞ്ച് മാർക്കിംഗ് അവർ ചെയ്തിട്ടുണ്ടാവുക. സോ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ യൂസേഴ്സും ആ മോഡൽസിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ 2 മോഡൽസ്. ഞാനിപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സെർച്ച് മോഡൽസിൽ. ആക്ച്വലി ഞാനിവിടെ സെർച്ചിങ് എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, സെർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ളതല്ലാണ്ട് ഇൻ്റർനെറ്റിലുള്ള ഡേറ്റാസും കൂടെ നോക്കി നമുക്ക് ഔട്ട് തരുന്ന മോഡൽസിൻ്റെ ലിസ്റ്റാണിത്. സോ കണ്ടില്ലേ, ഇതിൽ ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഗ്രോക്ക് തന്ന ഔട്ടല്ല ക്ലൗഡ് വരുന്നത്. സോ ഇപ്പോൾ നമുക്കായാലും ഒരേ സമയം 2 ഔട്ടുകൾ കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതിനാണ് ബെറ്റർ ഔട്ട് കിട്ടുന്നത്, അതുപോലെ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് LMArena നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇമേജ് ജനറേറ്റ് ചെയ്യാനും പറ്റും ഫ്രീ ആയിട്ട്. പല മോഡൽസും, ചില മോഡൽസൊന്നും ഫ്രീ അല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ LMArena ത്രൂ നമുക്ക് ഇമേജ് ജനറേഷൻ ആയാലും ഏജൻറ്റിക് AI ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. LMArena വളരെ യൂസ്ഫുള്ളാണ്. എനിവേ നമുക്ക് ഈ മന്ത് ലാസ്റ്റ് നോക്കാം ഏത് AI ആണ് ഈ മന്തിൽ ഏറ്റവും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന്. സോ അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ബൈ.